നമ്മൾ ഇന്ന് സൈക്കിളിൽ ഒരു സെഞ്ചുറി റൈഡിനുള്ള പരിപാടിയാണ്. ഏകദേശം ഒരു 100 കിലോമീറ്റർ റൗണ്ട് ട്രിപ്പാണ് ഇന്ന് നമ്മുടെ ടാർഗറ്റ്. പുനലൂരിൽ നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ രാവിലെ ഒരു 5:15 വീട്ടിൽ നിന്ന് ഇറങ്ങി. പുനലൂരെത്തി രമേഷ് സാറിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. രമേഷ് സാർ അത്യാവശ്യം എന്റെ കൂടെ എല്ലാ റൈഡിലും ഉണ്ടാകുന്ന ഒരാളാണ്. അദ്ദേഹം പത്തനാപുരം സ്റ്റേഷനിലെ SI കൂടിയാണ്. രമേഷ് സാർ കൃത്യം 6 മണിയായപ്പോൾ തന്നെ എത്തി. നമ്മളുടെ റൈഡ് ആരംഭിക്കുകയും ചെയ്തു. ഏകദേശം 5-6 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് സൂര്യനൊക്കെ ഉദിച്ചു വരാൻ തുടങ്ങിയത്. ആ ഉദിച്ചു വരുന്ന സൂര്യനും അതിന്റെ ഒരു നിറവുമൊക്കെ പ്രത്യേക ഭംഗി തന്നെയായിരുന്നു. സൂര്യനൊക്കെ ഉദിച്ച സ്ഥിതിക്ക് ഇനി ഞങ്ങൾക്കൊരു ചായ മസ്റ്റാണ്. അങ്ങനെ ആദ്യം കണ്ട ചായക്കടയിൽ കയറി ചായയൊക്കെ കുടിച്ച് അത്യാവശ്യം അടിപൊളി ചായ ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനായ ലുക്കൌട്ടിലേക്കാണ് പോകേണ്ടത്. ലുക്കൌട്ട് എത്തിയപ്പോഴാണ് ലുക്കൌട്ടിന്റെ ഗേറ്റ് പോലും തുറന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ലുക്കൌട്ടിന്റെ സൈഡിലുള്ള ഒരു വഴിയിലൂടെ വന്ന് അവിടെയുള്ള വ്യൂ ഒക്കെ ആസ്വദിച്ച് ഞങ്ങളുടെ ക്ഷീണമൊക്കെ മാറ്റിയപ്പോൾ എബി കുര്യൻ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു. എബി കുര്യൻ കൊളുത്തൂപ്പുഴക്കാരനാണ്. അത്യാവശ്യം ഞങ്ങളുടെ കൂടെ എല്ലാ റൈഡിലും അദ്ദേഹവും ഉണ്ടാകും. ഇനി ഞങ്ങൾ 3 പേരും ചേർന്നിട്ടാണ് യാത്ര. ഇനി നമുക്ക് പോകേണ്ട അടുത്ത സ്ഥലം തെന്മലയാണ്. തെന്മല എത്തിയപ്പോൾ അത്യാവശ്യം വെയിലൊക്കെ ആയിരുന്നു. അവിടെ നിന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനായ പാലരുവിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മൾ പാലരുവി എത്തി. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ഇനി പാലരുവിയിലേക്ക് പോകാനുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോഴാണ് എബി കുര്യന്റെ തിരിച്ചു പോകേണ്ട എന്തോ ആവശ്യം വന്നത്. അദ്ദേഹം അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഞാനും രമേഷ് സാറും ഇനി പാലരുവിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. രമേഷ് സാർ ഉള്ളത് കൊണ്ട് തന്നെ പ്രത്യേക ഒരു പരിഗണനയും അവർ തന്നിരുന്നു. നമുക്ക് ഫ്രണ്ടിലെ സീറ്റ് തന്നെ കിട്ടി. അങ്ങനെ പാലരുവി എത്തി. പാലരുവി എത്തിയ പിന്നെ ഒരു കുളി മസ്റ്റ് ആണല്ലോ. അത്യാവശ്യം നല്ലപോലെ കുളിച്ചു. നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു കേട്ടോ. ഞങ്ങൾ നല്ലതുപോലെ അവിടെ എൻജോയ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ആയി തിരിച്ച് ഞങ്ങളുടെ ബസ്സിന്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് രമേഷ് സാറിന്റെ ഫ്രണ്ട്സിനെ കണ്ടത്. രമേഷ് സാർ പോലീസിലായത് കൊണ്ട് തന്നെ അത്യാവശ്യം ഫോറസ്റ്റിലുള്ളതും പോലീസിലുള്ളതുമായ എല്ലാ ആളുകളും രമേഷ് സാറിന്റെ പരിചയക്കാരായിരുന്നു. അങ്ങനെ നമ്മൾ ആ തണുത്ത വെള്ളത്തിൽ കുളിച്ച ഒരു പ്രത്യേക ഫ്രഷ്നെസ് ഒക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരെ തിരിച്ച് തെന്മലയിലേക്കാണ് പോകേണ്ടത്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവിടെ നിന്ന് കഴിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പോകുന്ന വഴിയിൽ പുനലൂരിൽ നിന്ന് ചെങ്കോട്ടയിലേക്കുള്ള ട്രെയിൻ നമ്മൾ കണ്ടിരുന്നു. തെന്മലയിലെത്തി വലിയ പ്രതീക്ഷയൊന്നുമില്ലാതെ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. പക്ഷെ നമ്മൾ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ചുകൊണ്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണമായിരുന്നു അവിടെ നിന്ന് ലഭിച്ചത്. ഭക്ഷണശേഷം കൊളുത്തൂപ്പുഴ വഴി വീട്ടിലേക്ക് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏകദേശം 6:30 ആയപ്പോൾ 100 കിലോമീറ്ററുകൾ പൂർത്തീകരിച്ചു. രമേഷ് സാറിനോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് നമ്മൾ സേഫായി തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ.